ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എം വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് ഇത് അടുക്കളയിലേക്ക് വിട്ടു. അടുക്കളയിൽ പോയിട്ട് കുറച്ച് സവാളയൊക്കെ എടുത്ത് കുറച്ച് അൽക്കൊലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ അൽക്കൊലത്തെ പരിപാടി ഇതാ തുടങ്ങി. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ, എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വഴിയേ പറയാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപാടി ഇതാ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണേ. അതിനകത്ത് സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാമറേൻ്റെ പുറകിൽ നിന്നിട്ട് വേറൊരാൾ കൂടെ സവാളയൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ടേ. അമ്മയാണത്. അമ്മ ഇങ്ങനെ സവാളയൊക്കെ എനിക്ക് കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലേ പെട്ടെന്ന് പണി തീരുള്ളൂ. പെട്ടെന്ന് പണി തീർക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നല്ല സ്പീഡിൽ നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തു. സവാള കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഇടാനുള്ള പ്ലേറ്റ് എടുത്തിട്ടില്ല എന്ന് ഓർമ്മിച്ചേ. അങ്ങനെ ഇത് വേറൊരു പ്ലേറ്റൊക്കെ എടുത്തു കൊണ്ടുവന്നു. നമ്മളിത് അരിഞ്ഞ സവാള ആ പ്ലേറ്റിനകത്തേക്ക് മാറ്റി. ഇതുപോലെ നമ്മൾ നൈസായിട്ട് എല്ലാ സവാളയും അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണേ. അരിഞ്ഞെടുത്ത സവാളയൊക്കെ കൂടെ നമ്മളിത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വലിയൊരു പാത്രം 2 പേരെ അരിഞ്ഞ സവാളയും ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളവിടെ വേണം. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്ന് എന്താ പറയുക, കൊത്തി അരിഞ്ഞെടുക്കാൻ പോവുകയാണേ. അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കൊത്തി അരിയുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കുനുകുന അരിയാണേ. കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കത്തിയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരും. ചെറിയ കത്തി ആയതുകൊണ്ടാണ് കുറച്ചൊരു ടഫ്. അങ്ങനെ ഇത് അരിഞ്ഞെടുത്തതൊക്കെ നമ്മളിത് ആ പാത്രത്തിലേക്ക് തന്നെ കൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ ഇതുപോലെ കുനുകുന അരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് വെട്ടിക്കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. സംഭവമൊക്കെ നമ്മൾ വെട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ സവാളക്കകത്തേക്ക് പച്ചമുളകും ഇട്ടു. ഇനി 2-3 അല്ലി വെളുത്തുള്ളിയാണ്. അതും ഇതുപോലെ നമ്മൾ വെട്ടിക്കൂട്ടിയെടുക്കുകയാണ്. അതിനിടെ തെറിച്ചൊക്കെ പോകുന്നുണ്ട്, സാരമില്ല, പോയതൊക്കെ അങ്ങ് പോട്ടെ. നമ്മളിതാ വെട്ടിക്കൂട്ടി എടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ അരിപ്പൊടി ഇതാ ഇട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഒരു 1/4 കിലോ പോലെ ഉണ്ടാവും. പിന്നെ പേരിന് മുളക് പൊടി, എരിവിന് നല്ല കളറിന് വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മളൊന്ന് എല്ലാം കൂടെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണേ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തേക്കണേ. ഉപ്പ് ചേർത്തില്ല എന്ന് പറയരുത്, ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് തിരുമ്മി കൂട്ടിയെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെള്ളം വേണം തോന്നുവാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളക്കകത്ത് നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരുമ്മി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അതും കൂടി അങ്ങ് ചേർത്താലോ. കുറച്ച് അപ്പക്കാരമാണ്. അപ്പക്കാരം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് അത്രേ ചേർക്കുന്നുള്ളൂ. ആ അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല മിക്സാക്കി എടുക്കാം. യോജിപ്പിച്ച് നല്ല അടിപൊളിയാക്കി എടുക്കാം. തിരുമിതാ ഈ കോലത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ ഉടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇതാ ഞാൻ വന്നു. ശരിക്കും 10 മിനിറ്റ് അല്ല കേട്ടോ, 10 മിനിറ്റ് കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ കത്തിച്ച് ചീനച്ചട്ടിയൊക്കെ വെച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ കവറിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമ്മൾ ഇതാ കുപ്പിയിൽ നിന്ന് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലും ഇടാനുള്ള പാത്രങ്ങളും ഒക്കെ എടുത്ത് വെക്കുകയാണേ. അതൊക്കെ എടുത്ത് വെച്ചു. ഇത് നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായിരിക്കുന്നുണ്ട്. ഇനി കുറച്ചായിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. ഇപ്പം എല്ലാവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? അത് തന്നെ നമ്മുടെ പക്കോട.
ചിലവര് പക്കോട പറയും, ചിലവര് ഉള്ളിവട എന്ന് പറയും. എന്ത് വേണേലും പറയാം. ഇനി എങ്ങനെ വേണേലും പേരിടാം. ഇതിപ്പം 4 മണി പലഹാരമായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാം, മീഡിയം ഇതിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. സമയം ഒരുപാട് വൈകിപ്പോയി, അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ആ ഒരു ട്രിപ്പ് കോരി ഇത് അടുത്ത ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഇതാ പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മുടെ ചായയൊക്കെ ഇതാ റെഡി ആവാൻ വേണ്ടി പോവുകയാണ്. ചായക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി പക്കോട ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പക്കോടയൊക്കെ ആയിട്ട് വീണ്ടും സിനിമ കാണാൻ വന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.